ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്രെഡിറ്റ് സെയിലിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തത്. അതായത് മോഡേൺ റൂൾസിലെ കുറച്ച് എക്സാമ്പിൾസ് ആയിരുന്നു ചെയ്യുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രെഡിറ്റ് പർച്ചേസ് ആയിരുന്നു ചെയ്തത്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് ക്രെഡിറ്റ് സെയിൽ. ഇതെങ്ങനെയാണ് ക്രെഡിറ്റ് സെയിൽ? എന്താണ് ക്രെഡിറ്റ് സെയിൽ എന്ന് വെച്ചാൽ, അതായത് കടത്തിന് വിൽക്കുന്നതാണ് ക്രെഡിറ്റ് സെയിൽ. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് എന്തായിരുന്നു? കടത്തിന് നമ്മൾ സാധനം മേടിക്കുന്നതാണ് ക്രെഡിറ്റ് പർച്ചേസ്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് വെച്ചാൽ ആരുടെ അടുത്തുനിന്നാണ് മേടിക്കുന്നത്? ക്രെഡിറ്റ് പർച്ചേസ്. നമ്മൾ ഒരു സാധനം മേടിച്ചു. അപ്പൊ ആ മേടിച്ച വ്യക്തി ഉണ്ടല്ലോ, നമ്മൾ ആരിൽ നിന്നാണ് മേടിച്ചത്, ആ വ്യക്തി, ആ പാർട്ടി ഓർ പേഴ്സൺ, അതെന്താണ്? നമ്മളെ ക്രെഡിറ്റർ ആണ്. നമ്മൾ ഇനി അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട്. നമ്മൾ പൈസ കൊടുക്കാനുള്ള ആള് എന്താണ്? ക്രെഡിറ്റർ. അപ്പോ ഈ ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഒരാൾക്ക് വിൽക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ അയാളിൽ നിന്ന് ഇനി പൈസ ഇങ്ങോട്ട് കിട്ടാനുണ്ട്. അപ്പൊ അയാൾ എന്താണ്? അയാളാണ് ഡെറ്റർ. ക്രെഡിറ്റർ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട്. ഡെറ്റർ എന്ന് വെച്ചാലോ, നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ വെച്ച് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സോൾഡ് ഗുഡ്സ് ടു രാഹുൽ. എത്രയാ? എത്ര രൂപക്ക് വിറ്റത്? 10,000 രൂപ. എന്നിട്ട് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ആണ് ക്യാഷ് റിസീവ്ഡ്. ബി ആണ്. റിസീവ്ഡ് ഫ്രം രാഹുൽ. പിറ്റേ ദിവസം രാഹുൽ നമുക്ക് ക്യാഷ് തന്നു. എത്രയാ തന്നത്? എത്രയാ? 9,500 റുപ്പീസ്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ ആണ് ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്കൗണ്ട് കൊടുത്തു. ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ആരായിരിക്കും? നമ്മൾ അങ്ങോട്ടാണ് ഡിസ്കൗണ്ട് എടുക്കുന്നത്. ഡിസ്കൗണ്ട് അലൗഡ് ടു രാഹുൽ. എത്രയാണ് ഡിസ്കൗണ്ട് കൊടുത്തത്? 500 റുപ്പീസ്. ഓക്കെ, അപ്പൊ സോൾഡ് കുടിച്ചു രാഹുൽ. രാഹുലിന് സാധനം വിറ്റു. അതിനുശേഷം രാഹുൽ അതിന്റെ അടുത്ത ദിവസം ക്യാഷ് തന്നു. എത്രയാണ്? 9,500. വിറ്റത് എത്രക്ക? 10,000 രൂപക്ക്. 10,000 രൂപക്ക് വിറ്റു. അടുത്ത ദിവസം രാഹുൽ 9,500 രൂപ തിരിച്ചു തന്നു. അതിന് എത്ര തരാനുണ്ട്? ബാക്കി 500 രൂപ. ആ 500 രൂപ നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തു. അതായത് വിട്ടു, വെറുതെ വിട്ടു, തരണ്ടെന്ന് പറഞ്ഞു. ഡിസ്കൗണ്ട് എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങള്? അതാണ് ഈ സംഭവം. സാധാരണ ഷോപ്പിൽ പോയാൽ നമുക്ക് ഡിസ്കൗണ്ട് ഇങ്ങോട്ട് കിട്ടിയല്ലേ ചെയ്യുന്നത്. ഇത് നേരെ ഡിസ്കൗണ്ട് അലൗഡ് ആണ്. നേരെ തിരിച്ച് അങ്ങോട്ട് കൊടുക്കാന്ന്, അങ്ങോട്ട് ഡിസ്കൗണ്ട് കൊടുക്കാന്ന്. നമുക്ക് ഇങ്ങോട്ട് ഡിസ്കൗണ്ട് കിട്ടുന്നതാണെങ്കിൽ അതിനെന്താ പറയുന്നത്? ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഇതെന്താണ്? നമ്മൾ അങ്ങോട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് ഡിസ്കൗണ്ട് അലൗഡ്. ഓക്കെ, അപ്പൊ ഇതിനെ എൻട്രി ചെയ്യാം. അതെന്തായിരുന്നു? ഏതൊക്കെ അക്കൗണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. സോൾഡ് ഗുഡ്സ് എന്ത് അക്കൗണ്ട് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാൻ? സെയിൽസ് അക്കൗണ്ട്. പിന്നെ അടുത്ത അക്കൗണ്ട് ഏതാണ്? രാഹുൽ അക്കൗണ്ട്. അപ്പോൾ അത് ആദ്യം ചെയ്യാം. സെയിൽസ് അക്കൗണ്ട്. പിന്നുള്ളത് ഏതാ? രാഹുൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രാഹുലിന് സാധനം വിറ്റു. വിറ്റത് എന്തായിട്ടാണ്? പൈസക്കാണ് വിറ്റത്? അല്ല, കടത്തിനാണ് വിറ്റത്. പൈസ ക്യാഷിന് വിറ്റതായിരുന്നെങ്കിൽ ഇവിടെ ക്യാഷ് എന്നുണ്ടായിരുന്നു, ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ആർക്കാണോ സാധനം വിറ്റത് അയാളുടെ പേരുള്ളത്. അപ്പോൾ ഓർത്തോളണം, അത് ക്രെഡിറ്റ് സെയിലാണെന്ന്. പാർട്ടി ഓഫ് പേഴ്സന്റെ നെയിമാണ് ഇവിടെ ഉള്ളതെങ്കിൽ, ട്രാൻസാക്ഷനിൽ ഉള്ളതെങ്കിൽ അത് ക്രെഡിറ്റ് സെയിലായിട്ടാണ് പരിഗണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊരു ക്രെഡിറ്റ് സെയിലാണ്. അപ്പൊ രാഹുൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ? രാഹുൽ എന്താണ്? രാഹുൽ എന്ന് വെച്ചാൽ ഡെറ്റർ ആണ്. നമുക്ക് അവരിൽ നിന്ന് പൈസ കിട്ടാനുണ്ട്. ഡെറ്റർ എന്തായിരുന്നു? ഡെറ്റർ ഏത് ഗ്രൂപ്പിലാണ് പെടാന്? അസറ്റിലാണോ, ലയബിലിറ്റിയിലാണോ, ഇൻകം, ക്യാഷ്?
സോറി ഇൻകം ക്യാപിറ്റൽ ഏതിലാണ് വിടാൻ? ഡെറ്റർ എന്ന് വെച്ചാൽ നമുക്ക് ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് പൈസ കിട്ടാനുണ്ട്. അപ്പോൾ അതൊരു വാല്യൂ ഉള്ളൊരു വസ്തുവാണ്. അതിൽ നിന്ന് ഇനി നമുക്ക് പൈസ കിട്ടാനുണ്ട്. അപ്പോൾ ഡെറ്റർ എപ്പോഴും അസറ്റിലായിരിക്കും ഉൾപ്പെടാൻ. അസറ്റ്. ഓക്കെ. ഇനി സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? സാധനം വിറ്റു. സാധനം വിറ്റാൽ കിട്ടുന്നത് എന്താണ്? വരുമാനം, ഇൻകം. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഇൻകം ഗ്രൂപ്പിൽ. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇൻക്രീസ് ഓർ ഡിക്രീസ്, കൂടിയതോ കുറഞ്ഞതോ. ഇവിടെ രാഹുൽ എന്ന വ്യക്തിക്ക് നമ്മൾ സാധനം വിറ്റു. അപ്പൊ രാഹുൽ എന്ന ഡെറ്റർ കൂടുകയല്ലേ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഓരോ ദിവസം ഇന്ന് 1000 രൂപയ്ക്ക് വിറ്റു, നാളെ 2000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ രാഹുൽ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പഠിക്കുന്നത്. 1000, 2000, അങ്ങനെ ടോട്ടൽ 3000, 5000. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ വെക്കുമ്പോൾ രാഹുൽ എന്ന ഡെറ്റർ നമുക്ക് ഇങ്ങോട്ട് പൈസ തരാൻ കൂടുതലല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് ഇനിയും ഇന്നോ നാളെയോ ആ പൈസ കിട്ടാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ രാഹുൽ എന്ന ഡെറ്റർ കൂടുക ചെയ്യുന്നത്, അസറ്റ് കൂടുക ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസ കൂടുകയല്ലേ ചെയ്യുന്നത്. ഓരോ തവണ വെക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസ കൂടുക ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ എന്ന അസറ്റ് കൂടുക ചെയ്യുന്നത്. ഇനി അടുത്തത് സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് ഓരോ തവണ നമ്മൾ രാഹുലിന് വെക്കുമ്പോൾ സെയിൽസ് കൂടുകയല്ലേ ചെയ്യുന്നത്. സാധനം വെച്ച് വരുമാനം കൂടുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻകം ഇൻക്രീസ് ആണ്. ഇനി അടുത്താണ് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ കണ്ടുപിടിക്കൽ. എങ്ങനെയാണ് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ കണ്ടുപിടിക്കാൻ? അസറ്റ് എക്സ്പെൻസ് ഇത് കൂടിയാൽ എന്താണ്? ഡെബിറ്റ്. കുറഞ്ഞാലോ ക്രെഡിറ്റ്. ഇവിടെ എന്താ ചെയ്യുന്നത്? അസറ്റ് കൂടുതലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഡെബിറ്റ്. ഇൻകം ഇൻകം ലയബിലിറ്റി ക്യാപിറ്റൽ ഇത് മൂന്നും കൂടിയാൽ എന്താണ്? ക്രെഡിറ്റ്. കുറഞ്ഞാലോ ഡെബിറ്റ്. ഇവിടെ എന്താ ചെയ്തത്? കൂടിയ ചെയ്തത്. അതുകൊണ്ട് എന്താ? ഇത് ക്രെഡിറ്റ്. ഓക്കെ. അപ്പോൾ രണ്ട് ആസ്പെക്റ്റും കിട്ടിയില്ല. ഡെബിറ്റും കിട്ടി, ക്രെഡിറ്റും കിട്ടി. ഇനി അടുത്ത ട്രാൻസാക്ഷൻ ആണ് ക്യാഷ് റിസീവ്ഡ് ഫ്രം രാഹുൽ. ഇത് അടുത്ത ദിവസത്തെ ട്രാൻസാക്ഷൻ ആണ്. അടുത്ത ദിവസം അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള. അപ്പോൾ രാഹുൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തു. എത്രയാണത്? രാഹുൽ എത്രയാണ് തന്നത്? 9500 രൂപ. എത്രയാണോ തരാനുണ്ടായിരുന്നത്? 10000 രൂപ. 10000 രൂപ തരാനുണ്ടായിരുന്നു. അതിൽ നിന്ന് 9500 രൂപ നമുക്ക് തന്നു. അപ്പോൾ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ? ക്യാഷ് റിസീവ് ഫ്രം രാഹുൽ. രാഹുൽ എന്തായിട്ടാണ് തന്നത്? ക്യാഷ് ആയിട്ടാണ് തന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അക്കൗണ്ട്, ഏതൊക്കെയാണ് ഇതിലുള്ളത്? ഒന്ന് ക്യാഷ്. പിന്നെ ഏതെന്താണ്? ഏത് അക്കൗണ്ടാണ് ഉള്ളത്? രാഹുൽ അക്കൗണ്ട്. ക്യാഷ് റിസീവ്ഡ്, ക്യാഷ് രാഹുലും. അപ്പോൾ ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് തന്നു, ക്യാഷ് അക്കൗണ്ട്. അടുത്ത അക്കൗണ്ട് ഏതാണ്? രാഹുൽ അക്കൗണ്ട്. ഇനി ക്യാഷ് എന്താണ്? ക്യാഷ് എന്ന് വെച്ചാൽ എന്താണ്? ഏത് ഗ്രൂപ്പിലെ ക്യാഷ് വിടാൻ? ക്യാഷ് എന്ന് വെച്ചാൽ ബിസിനസ്സിലെ വാല്യൂ ഉള്ള വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അസറ്റ്. രാഹുൽ അക്കൗണ്ട്. രാഹുൽ എന്തായിരുന്നു? നമ്മളെ എന്തായിരുന്നു രാഹുൽ നമ്മളെ ഡെറ്റർ ആയിരുന്നു. അത് പൈസ ഇങ്ങോട്ട് തരാനുള്ള ആളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ട്രാൻസാക്ഷനിൽ നിങ്ങൾ കണ്ടിരുന്നു രാഹുൽ നമ്മളെ ഡെറ്റർ ആയിരുന്നു. സെയിം സാധനം തന്നെയാണ് ഇവിടെയും വരാൻ. മനസ്സിലായോ? അതായത് രാഹുൽ ഇങ്ങോട്ട് പൈസ തന്നാലും രാഹുൽ ഡെറ്റർ തന്നെയാണ്. രാഹുൽ ഇനി പൈസ തരാനുണ്ട്. രാഹുലിനെ ഡെറ്റർ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഡെറ്റർ എന്താണ്? അസറ്റ് ആണ്. കമ്പനിയുടെ അസറ്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കുക. ഇപ്പൊ ക്യാഷ് റിസീവ്ഡ്, രാഹുലിൽ നിന്ന് ക്യാഷ് കിട്ടി. അപ്പൊ നമ്മളെ കയ്യിലുള്ള ക്യാഷ് കൂടുകയല്ലേ ചെയ്യുന്നത്, അല്ലെ? ക്യാഷ് ഇൻക്രീസ്. പിന്നെ രാഹുൽ അക്കൗണ്ട്. രാഹുൽ എന്ന അസറ്റ് കൂടുകയാണോ ചെയ്തത്, കുറയുകയാണോ ചെയ്തത്? അതായത് 10000 രൂപക്ക് സാധനം വിറ്റു. 10000 രൂപക്ക് സാധനം വിറ്റു. അടുത്ത ദിവസം രാഹുൽ 9500 രൂപ തന്നു. എത്ര തരാനുണ്ടായിരുന്നു? 10000 തരാനുണ്ടായിരുന്നു. ഇപ്പൊ എത്രേ തരാനുള്ളൂ? ബാക്കി 500 തരാനുള്ളൂ. അപ്പൊ രാഹുലിൽ നിന്ന് കിട്ടാനുള്ള പൈസ കുറഞ്ഞില്ലേ? അപ്പൊ രാഹുൽ എന്ന അസറ്റിന്റെ വാല്യൂ കുറഞ്ഞില്ലേ? അതായത് ഡെറ്ററിന് നമുക്ക് കുറച്ചല്ലേ തരാനുള്ളൂ. രാഹുൽ ആദ്യം 10000 രൂപ തരാനുണ്ടായിരുന്നു. ഇപ്പൊ അത് ചെറുതായി 500 രൂപയെ തരാനുള്ളൂ. അപ്പൊ രാഹുൽ എന്ന ഡെറ്റർ ഡിക്രീസ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്താണ്?
അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ്. അതുപോലെ തന്നെ ഇവിടെ അസറ്റും എക്സ്പെൻസും ഡിക്രീസ് ചെയ്താലും ക്രെഡിറ്റ്. രണ്ട് ട്രാൻസാക്ഷനും കിട്ടിയില്ലേ, രണ്ട് ആസ്പെക്റ്റും കിട്ടിയില്ലേ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇനി അടുത്തതാണ് ഡിസ്കൗണ്ട് അലൗഡ് ടു രാഹുൽ. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആയിരുന്നു. അതായത് ഡിസ്കൗണ്ട് നമുക്ക് തന്നു, നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. അതായത് ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ പോയി, ഞാൻ അവിടെ പോയിട്ട് 500 രൂപക്ക് സാധനം മേടിച്ചു. അദ്ദേഹം എനിക്ക് 100 രൂപ ഡിസ്കൗണ്ട് തന്നു. അപ്പോൾ എനിക്ക് എത്രയേ കൊടുക്കാനുള്ളൂ? 400 രൂപയെ കൊടുക്കാനുള്ളൂ. ഈ 100 രൂപ എനിക്ക് ഡിസ്കൗണ്ട് തന്നല്ലോ, അതാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഇങ്ങോട്ടേക്ക് കിട്ടുന്നതാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഇനി ഞാനാണ് സാധനം വിൽക്കുന്നതെന്ന് വിചാരിച്ചു. നിങ്ങളൊരു സാധനം എൻ്റെ അടുത്ത് മേടിക്കാൻ വന്നു, ഞാൻ 500 രൂപേൻ്റെ സാധനം നിങ്ങൾക്ക് 400 രൂപക്ക് തന്നു. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ ചെയ്തത്? 100 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുകയും ചെയ്തു, അലൗ ചെയ്തത്. മനസ്സിലായി? നേരത്തെ കിട്ടുക ചെയ്തത് ഡിസ്കൗണ്ട്, ഇപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുക ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും ട്രാൻസാക്ഷൻ? അത് ഇവിടെ ഏതൊക്കെയാണ് അക്കൗണ്ട്സ് ഉള്ളത്? ഒന്ന് ഡിസ്കൗണ്ട് അലൗഡും പിന്നെ രാഹുലും. അപ്പോൾ അതായത് ചെയ്ത ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട്, അടുത്തേതാണ് രാഹുൽ അക്കൗണ്ട്. ഡിസ്കൗണ്ട് അലൗഡ് നേരത്തെ നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ഇൻകം ആണ് അല്ലേ? അതായത് ഡിസ്കൗണ്ട് ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കിട്ടുകയല്ലേ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇനി അങ്ങോട്ട് പൈസ കൊടുക്കണ്ട, അത് നമ്മളൊരു ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 500 രൂപ കൊടുക്കാനുണ്ടായിരുന്നു, അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ 500 രൂപ നമുക്ക് തന്നെ തിരിച്ചു കിട്ടിയില്ലേ? അതൊരു ഇൻകം ആയിട്ടാണ് നേരത്തെ ട്രീറ്റ് ചെയ്തത്. ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് കിട്ടിയപ്പോൾ. ഇനി നമ്മളാണ് അങ്ങോട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, അതെന്താണ്, ആ 500 രൂപ ഇനി കിട്ടൂലല്ലോ, ഇനി തരണ്ടെന്ന് പറഞ്ഞല്ലേ. ഇനി നമ്മളെ ഡെറ്ററിനോട് പറഞ്ഞു ഇനി 500 രൂപ തരണ്ട. അപ്പോൾ 500 രൂപ നമുക്ക് നഷ്ടമല്ലേ. അപ്പോൾ അതെന്തായിട്ടാണ് കണക്കാക്കാൻ? ബിസിനസിന്റെ എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കാൻ. ഓക്കെ, ഇനി അടുത്തതാണ് രാഹുൽ അക്കൗണ്ട്. രാഹുൽ അക്കൗണ്ട് എന്താണ്? രാഹുൽ അക്കൗണ്ട് ഡെറ്റർ തന്നെയാണ്. ഡെറ്റർ അസറ്റ് നേരത്തെ നമ്മൾ എഴുതിയില്ലേ, ഡെറ്റർ. രാഹുലിൽ നിന്ന് നമുക്ക് പൈസ കിട്ടാനുണ്ടായിരുന്നു, അതുകൊണ്ട് രാഹുൽ ഡെറ്റർ തന്നെയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഡെറ്റർ എന്താണ്, ഏത് ഗ്രൂപ്പിലാണ്? അസറ്റ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജ് ആണ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് വെച്ചാൽ എന്താ? ഡിസ്കൗണ്ട് കൊടുത്തു, അതായത് ഡിസ്കൗണ്ട് കൊടുത്തു, ഇനി 500 രൂപ തരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് എക്സ്പെൻസ് അല്ലേ, നമുക്ക് കിട്ടാണ്ട 500 രൂപ പോയി കിട്ടി. അപ്പോൾ അതെന്താണ്, കൂടുകയല്ലേ ചെയ്തത്, എക്സ്പെൻസ് കൂടുകയല്ലേ ചെയ്തത്. അത് കാരണം നമുക്ക് ഒരു 500 രൂപ കിട്ടാനുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 500 രൂപ നഷ്ടമല്ലേ, ആ നഷ്ടം കൂടുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് ഇത് ഇൻക്രീസ്, എക്സ്പെൻസ് കൂടുകയും ചെയ്തത്. അതിന് അടുത്താണ് ഡെറ്റർ അസറ്റ്. നേരത്തെ രാവിലെ 9,500 രൂപ തരാനുണ്ടായിരുന്നു, അല്ല 9,000 അല്ല, ഫസ്റ്റ് രാവിലെ 10,000 രൂപ തരാനുണ്ടായിരുന്നു. ആ 10,000 രൂപയിൽ നിന്ന് 9,500 രൂപയായി. 9,500 രൂപ തന്നു. അപ്പോൾ നമ്മൾ എന്താ നേരത്തെ ട്രീറ്റ് ചെയ്തത്? ഡെറ്റർ ഡിക്രീസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തത്. അതായത് നമുക്ക് ഇനി ഇങ്ങോട്ട് പൈസ കിട്ടാനുള്ള പൈസ കുറഞ്ഞു. രാഹുൽ നിന്ന് അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു. അത് 9,500 തരാനുണ്ടായിരുന്നു, അല്ല 10,000 രൂപ തരാനുണ്ടായിരുന്നു, പിന്നെ 9,500 തന്നു, ഇനി 500 രൂപ തരാനുള്ളൂ. അതുകൊണ്ട് രാഹുൽ എന്ന അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ രാഹുൽ എന്ന അസറ്റ് ഫുള്ള് പൈസ തന്നു. അപ്പൊ എന്താ, രാഹുൽ എന്ന അസറ്റ് ഫുള്ളായിട്ട് തീർന്നു, അതായത് ഫുള്ളായിട്ട് കുറഞ്ഞു. അപ്പോൾ എന്താണ്, ഡിക്രീസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി എക്സ്പെൻസ്, അസറ്റ് എക്സ്പെൻസ് കൂടിയാൽ എന്താണ്, ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ്, ഡിക്രീസ് ചെയ്താലോ ക്രെഡിറ്റ്. ഇവിടെ ഇൻക്രീസ് ചെയ്തല്ലേ ചെയ്തത്, അതുകൊണ്ട് ഇത് ഡെബിറ്റ്. അതിന് അടുത്തത് രാഹുൽ എന്ന ഡെറ്റർ, അത് നമ്മുടെ അസറ്റ് ആണ്. അസറ്റ് കുറഞ്ഞാൽ എന്താണ്, ക്രെഡിറ്റ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ജേണൽ എൻട്രീസ് ആയിരിക്കും പഠിക്കുന്നത്.